ഗണപതി ആണോ പെണ്ണോ? അങ്ങയുടെ മനസ്സിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി. ഗണപതി ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ആണുമല്ല പെണ്ണുമല്ല. ആ കേട്ടാൽ ഓക്കെ. എന്നെ ആളുകൾ ആക്രമിക്കും. ആ ആ അതായത് ഏകദന്തം ആ മഹാകായം. ആ ഏകദന്തം എന്ന് പറഞ്ഞേക്കണേ, ഏകദന്തന്നോ ദന്തിന്നോ അല്ല പറഞ്ഞേക്കുന്നത്. ഓക്കെ. മഹാകായൻ എന്നല്ല പറഞ്ഞേക്കണത്, കായി എന്നല്ല പറഞ്ഞേക്കണത്, മഹാകായം. ആ ലംബോദരം എന്ന് പറഞ്ഞേക്കണേ, ലംബോദരനോ ലംബോദരി എന്നല്ല പറഞ്ഞേക്കണേ. ആ വിശാലാക്ഷം എന്നാ പറഞ്ഞേക്കണേ. ആ വിശാലാക്ഷിന്നോ ആക്ഷനെന്നോ അല്ല പറഞ്ഞേക്കുന്നത്. ആ ഗണനായകം, ഗണനായകനോ ഗണനായകിന്നോ അല്ല പറഞ്ഞേക്കുന്നത്. ആ ഗണപത്തെ എന്ന് പറഞ്ഞേക്കുന്നത്, ഗണപതി എന്നല്ല പറഞ്ഞേക്കുന്നത്. ആ അപ്പോ ഈ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ മണ്ണും ജലവും ചേർന്ന ആ 7 കടലും 7 കരയും ചേർന്ന അർദ്ധനാരീശ്വര സ്വഭാവമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അതേ സ്വഭാവമുള്ള അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഗണപതി. ആ ഒരു ഭാഗത്തെ കൊമ്പ്, ഇടതുവശത്തെ കൊമ്പ് ഒടിച്ചതല്ല, ഒടിഞ്ഞതുമല്ല. ആ ശ്രൈണഭാവമാണ്, ശ്രീഭാവമാണ്. ആ കുംഭ വീർത്തിരിക്കുന്നത് ഭക്ഷണപ്രിയനായതുകൊണ്ടല്ല, വയറ്റിൽ, ഉദരത്തിൽ ഗർഭത്തെ വഹിക്കുന്ന ആ ശ്രീഭാവത്തോട് കൂടിയിട്ടാണ് ഗണപതി. ഈ കൊമ്പൊടിഞ്ഞത് സ്ത്രീഭാവത്തെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇടത് സൈഡ്, ലെഫ്റ്റ് സൈഡ്, അതാണ് സ്ത്രീത്വം നമ്മുടെ ശരീരത്തിലാണേലും ഏത് ജീവിയിലായാലും. ആ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ്, ലെഫ്റ്റും റൈറ്റും. ആ പിടിയാനകളുടെ കൊമ്പ് എങ്ങനെയായിരിക്കും ഇരിക്കുക? വളരെ ചെറിയ കൊമ്പാണ്, മൊട്ട് കൊമ്പായിരിക്കും. അതെ കൊമ്പനാനയുടെ വലിയ കൊമ്പായിരിക്കും. അതെ. അപ്പോ മൊട്ട് കൊമ്പാണ് ലെഫ്റ്റ് സൈഡിൽ, സ്ത്രീഭാവമാണ്. ആ ഓക്കെ. അർദ്ധനാരീശ്വര സങ്കല്പം അച്ഛന്റെയും അമ്മയുടെയും പോലെ തന്നെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ആ ഗണപതേ. ഗണപതിയല്ല ഗണപതേ. ആ ദന്തനല്ല ദന്തം, മഹാകായം, ലംബോദരം, ശാലാക്ഷം. ആ അപ്പോ ഗണപതി എന്ന് പറയുന്ന ആ ലംബോദരം ആയിരിക്കുന്ന ആ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി. ഗണപതിയുടെ കല്യാണം എന്താന്ന് പറഞ്ഞേ? നാളെ നീളെ